നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ജയിലിനുള്ളിൽ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന ചർച്ചകൾക്കിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലോക്കപ്പിൽ നിന്ന് ആദ്യ ഉത്തരവ് പുറത്തിറക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരു കുറിപ്പിലൂടെ മന്ത്രി അതിഷിക്ക് കൈമാറുകയായിരുന്നുവെന്ന് ആം ആദ്മി വൃത്തങ്ങൾ അറിയിച്ചു. ഇഡി കസ്റ്റഡിയിലാണെങ്കിലും നഗരത്തിലെ ചില പ്രദേശങ്ങളിലെ വെള്ളത്തിന്റെയും മലിനജലത്തിന്റെയും കാര്യത്തിൽ മുഖ്യമന്ത്രി ആശങ്കാകുലനാണെന്ന് അതിഷി മാധ്യമങ്ങളോട് പറഞ്ഞു. ജലക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ വാട്ടർ ടാങ്കുകൾ ലഭ്യമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതായും അതിഷി ഓർഡർ വായിച്ചുകൊണ്ട് വ്യക്തമാക്കി. ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ലെന്നും ഡൽഹിയിലെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുകയെന്നും അതിഷി പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഡൽഹിയിലെ ജനങ്ങളെ ബാധിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ വ്യാഴാഴ്ച അറസ്റ്റിലായ കെജ്രിവാളിനെ ഒരാഴ്ചത്തേക്ക് CBIയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അറസ്റ്റിന് പിന്നാലെ തന്നെ കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ആം ആദ്മി അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിയമ തടസ്സമില്ലെങ്കിലും ജയിൽ നിയമങ്ങൾ തടസ്സം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ഇപ്പോൾ കേജ്രിവാൾ ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു തടവുകാരന് ആഴ്ചയിൽ 2 യോഗങ്ങൾ മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ എന്ന് മുൻ നിയമ ഉദ്യോഗസ്ഥ സുനിൽ ഗുപ്തയെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ജയിലിൽ നിന്നും സർക്കാരിനെ നയിക്കുന്നത് നേരായ കാര്യമല്ല. ജയിൽ രീതി അനുസരിച്ച് കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ തുടങ്ങിയവരെ സന്ദർശിക്കാൻ ആഴ്ചയിൽ 2 തവണ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. വീട്ടുതടങ്കലിലാണെങ്കിൽ കേജ്രിവാളിന് മുഖ്യമന്ത്രിയായി സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിന് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ അനുമതി ആവശ്യമാണ്. ഏത് കെട്ടിടത്തെയും ജയിലായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ടെന്നും സുനിൽ ഗുപ്ത പറയുന്നു. കെജ്രിവാൾ രാജിവെക്കാത്തതിന്റെ അനന്തരഫലം എന്താണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പൊതുപ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രം ഈ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്തേക്കാമെന്നും നിയമവിദഗ്ധർ പറയുന്നു. അറസ്റ്റിലാകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ നടപടി സ്വീകരിക്കാൻ സാധിക്കും. അതേസമയം അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ കോടതി കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിരുന്നു.